പുന്നമ്മട ബോൾ ക്ലബിനൊപ്പമാണ് ആഷ്മി ഇപ്പോഴുള്ളത്. ആഷ്മി തത്സമയം ചേരുകയാണ്. ആഷ്മി, ആർപ്പോ ഹീറോ വിളിച്ച് ഊപ്പാട് വന്നു പോയോ? പറയൂ. എസ്കേൻ ഇവിടെ നിൽക്കുമ്പോൾ ആർപ്പോ ഇറ വിളിച്ച ഊപ്പാട് വരില്ല. എസ്കേൻ ആർപ്പോ ഇറ വിളിക്കുമ്പോഴും എന്താണ് ഒട്ടും ക്ഷീണമില്ല. നമ്മൾ പിന്നെയും നമ്മൾ ആവേശത്തിന്റെ പരകോടികൾ കയറിക്കൊണ്ടിരിക്കും. എസ്കേൻ നമ്മളിപ്പോൾ നിൽക്കുന്ന എസ്കേൻ നേരത്തെ പറഞ്ഞതുപോലെ പുന്നമട ബോട്ട് ക്ലബ്ബിലാണ്. ചമ്പക്കുളം ചുണ്ടനാണ് തുഴയുന്നത്. എസ്കേൻ നേരത്തെ ടോപ്പിൽ നിന്ന് വിയ്യപുരം ചുണ്ടനോട് ഏതാനും മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രം വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം നഷ്ടമായ ട്രോഫി നഷ്ടമായ ചുണ്ടൻ തുടരുന്നത്. ഇവിടെ എസ്കേൻ ഇവിടെ കാണാം. ഇവിടെ പുന്നമടയുടെ ചുണക്കുട്ടികൾ ഇവിടെ അതിരാവിലെ മുതൽ തന്നെ പരിശീലനം തുടങ്ങിയതാണ്. ഇപ്പോൾ ഗ്രൗണ്ടിലെ പരിശീലനം അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ നേരത്തെ വിയ്യപുരത്തിന്റെ ട്രയൽ പോലെ അവർ വള്ളവുമായി വീണ്ടും പുന്നമടയിലേക്ക് ഇറങ്ങാൻ പോകുന്നു. പിന്നെയും പരിശീലനത്തിന് നീണ്ട മണിക്കൂറുകൾ, അതിനിടയിൽ ഭക്ഷണം, അങ്ങനെ ചിട്ടയായ വലിയ പരിശീലനം ഇവിടെ നടക്കുകയാണ്. എന്തായാലും ഇക്കുറി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചമ്പക്കുളം ചുണ്ടനും ഏതാനും മൈക്രോ സെക്കൻഡിൽ നഷ്ടപ്പെട്ട കപ്പടിക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. എസ്കേൻ ഇവിടെ ജോഷി എന്ന് പറയുന്ന പുന്നമടയുടെ കോച്ച് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അതിശക്തമായ ചിട്ടയ പരിശീലനമാണ് അല്ലേ? പരിശീലനമാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസമായിട്ട്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി, നമ്മൾ മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും പൂർവാധികം ശക്തമായിട്ട് തന്നെ നമ്മൾ ഈ വർഷം കപ്പടിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ടീമാണ്. ജസ്റ്റ് നഷ്ടമായ അത് ഈ വർഷം നമ്മൾ കപ്പടിച്ച് പിടിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ ഇത്തവണ തിരിച്ചു പിടിക്കും. പള്ളാത്തുരുത്തിയോടൊക്കെ പിടിച്ചിരിക്കും. ഒരു എനിക്കല്ല മുന്നേ കയറും. പള്ളാത്തുരുത്തിയുടെ അശ്വമേധയാകും. നമ്മൾ അശ്വത്തിനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ എസ്കേൻ അപ്പോ പള്ളാത്തുരുത്തി 4 തവണ ജയിച്ച് 5ാം തവണ കപ്പടിക്കാനുള്ള അവസ്ഥയിലാണ്. ഇവിടെ അതും PBS ആണ്. ഇത് വേറൊരു PBS, ഇത് പുന്നമട ബോട്ട് ക്ലബ്ബ്. അപ്പൊ ഈ പുന്നമട ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തിയുടെ അശ്വമേധം തടയും. ആ അശ്വത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ. അശ്വത്തെ പിടിച്ചു കെട്ടാനുള്ള കഠിനമായ ട്രെയിനിങ് എസ്കേൻ ഇവിടെ നടക്കുകയാണ്. ഇവിടെ എസ്കേൻ ഇത് രാവിലെ മുതൽ തന്നെ ഗ്രൗണ്ട് ചേട്ടാ, ട്രെയിനിങ്ങിന്റെ ഒരു രീതി എങ്ങനെയാ? രാവിലെ നമ്മൾ 6 മണിക്ക് ഫിസിക്കൽ, അതിനുശേഷം വന്നിട്ട് ഒരു 7:30 കൂടി വള്ളത്തിലോട്ട് കയറും. അതിനുശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ ട്രാക്കിലും വേറെയുള്ള രീതിയിലുള്ള പരിശീലനവും നമ്മൾ നടത്തും. ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം രാവിലെ വന്നിട്ട് നമ്മൾ ബ്രെഡ്, ജാം, അതനുസരിച്ചുള്ള രാവിലത്തെ ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ദലിയ മാതിരിയുള്ള ഭക്ഷണം, വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്, ഡീറ്റെയിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറെല്ലാം എല്ലാം നമ്മള് സപ്ലിമെന്ററി ഫുഡ്, ഇറച്ചി, മീൻ എല്ലാം ഉണ്ട്. അവർക്ക് വേണ്ട എന്താണ് റിക്വയർമെന്റ്, ഒരു സ്പോർട്സ്മാന് വേണ്ട അതെല്ലാം സപ്ലിമെന്ററി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വലിയ കഠിനാധ്വാനവും തപസ്യയും ഒരു വലിയ വ്രതവും ഒക്കെയാണ് എസ്കേൻ. അപ്പോ ഈ ടീം മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ടീമുകളും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ചേട്ടാ സെക്രട്ടറി പ്രിറ്റി അല്ലേ ചേട്ടാ? നിങ്ങൾ 2006 തുടങ്ങി. ഞങ്ങൾ 2007 രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പുന്നമട ബോട്ട് ക്ലബ്ബ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത് 2007 മുതലാണ്. അന്ന് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് വെപ്പുവള്ളത്തിലാണ്. ആ വർഷം മുതൽ തന്നെ ഹാർട്ടിക്കാണ് ഞങ്ങൾ എടുത്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുണ്ടൻവള്ളത്തിൽ കയറിയിട്ട് എല്ലാ വർഷവും മിക്ക വർഷവും ഫൈനലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് പുന്നമട ബോട്ട് ക്ലബ്ബ്. അപ്പോൾ അങ്ങനെ ആർപ്പാവശ്യം നമ്മൾ ആഷ്മി ഇന്ന് കോസ്റ്റ്യൂമിന് വലിയ ചെത്തായിരിക്കുന്നുണ്ട്. കോസ്റ്റ്യൂം കണ്ട ഒരു കല്യാണ ചെക്കന്റെ ലുക്കാ. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. എന്തായാലും 28-ാം തീയതിയാണ് നെഹ്റു ജലമേള. ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ തന്നെ വിസ്മയിപ്പിച്ച ഈ ജലമേള, അദ്ദേഹം ബോട്ടിൽ നിന്ന് ചാടി ഇറങ്ങാൻ പോലും ആവേശം കൊള്ളിച്ച ഈ ജലമേളയുടെ നേർസാക്ഷ്യം 28-ാം തീയതി ഞങ്ങൾ 3 പേരും നൽകും. വലിയൊരു വാർത്താ സംഘം അവിടെ എത്തുന്നുണ്ട്. മേഘക്കീറുകൾക്കിടയിൽ നിന്ന് ക്യാമറ തുറന്ന് ഇപ്പോൾ തന്നെ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തന്നില്ലേ? അപ്പോൾ മേഘക്കീറുകൾക്കിടയിൽ ക്യാമറ ചലിക്കുന്നത് കണ്ടുപിടിച്ച എസ് വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിം ഞാനും ദൃക്സാക്ഷി വിവരണങ്ങൾ നൽകും. മാത്രവുമല്ല, അന്ന് പുന്നമട കായലിൽ കമൻട്രിയുടെ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന അന്വേഷണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അത് പക്ഷേ ഓളപ്പാത്തികളിൽ ആവേശം നിറച്ചായിരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇതാ കണ്ടോളൂ. ഓളപ്പരപ്പിൽ ആർപ്പുവിളികളുമായി 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുന്നമടയിലേക്ക് സ്വാഗതം. ജനകീയ ഉത്സവമായ ജലോത്സവത്തിൽ ജേതാക്കൾ ആരാകും? ഓരോ നിമിഷവും ആവേശം നിറയുന്ന വള്ളംകളിയുടെ വീറും വാശിയുമായി ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ തത്സമയം 24.